ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളുടെ ലൈൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൺസോളിഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കധികം പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. ഒന്നെങ്കിൽ പ്രീമിയം ഡിക്കെ സംഭവിച്ചിട്ട് ലോസ് വന്നിട്ടുണ്ടാകാം. കണ്ടോ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കൺസോളിഡേറ്റഡ് ആയിട്ടാണ് ഈ ഡോട്ടർ ലൈൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ നിഫ്റ്റി സർവീസ് നോക്കിക്കേ, ഫ്യൂച്ചറും അങ്ങനെയൊക്കെ തന്നെ. എല്ലാം നമ്മുടെ ലൈൻസിൻ്റെ ഉള്ളിലാണ്, ലൈൻസിനെ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്നാൽ കൺസോളിഡേറ്റഡ് ഒരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ റെഡ് ക്യാൻഡിൽ, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് ആപ്റ്റായിട്ടുള്ള ലൈൻ ട്രേഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ ലെവൽസിൽ മാത്രമാണ് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അല്ലാതെയുള്ള എല്ലാം നല്ല കൺസോളിഡേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് വരുന്ന ആ സ്ഥലങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനും പറ്റും. നോക്കിക്കൊള്ളുക. നമുക്ക് സ്ട്രൈക്ക് ലെവൽസ് നോക്കാം. ഈ റെഡ് പോയിന്റിൽ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അതിൻ്റെ സി പൊസിഷൻ രണ്ടാമത്തെ ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും പോയി ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റായി. ഇനി താഴത്തേക്കായിരിക്കും എന്താകുക, സി പൊസിഷൻ പോവുക. അപ്പോൾ അത് 3 എണ്ണം കൺഫേംഡ് ആകണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സി പൊസിഷൻ അങ്ങനെ തന്നെയാണ്, പോയി ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നു. ഓക്കെ, റെസിസ്റ്റൻ്റ് ആയി അവിടെ. ദെൻ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 2 എണ്ണം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ അത് ആക്റ്റീവായിട്ടുണ്ടാവും നോക്കാം. നിഫ്റ്റി നോക്കുമ്പോൾ ഓക്കെ തന്നെയാണ്. നിഫ്റ്റിയുടെ രണ്ടാമത്തെ ക്യാൻഡിൽ പോയി ബോൾ ലൈനെ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് ടച്ച് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ സി പൊസിഷനും അങ്ങനെ തന്നെ ബോൾ ലൈനെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി നോക്കിയപ്പോഴും 2 എണ്ണം ഓക്കെ ആയി. അപ്പോൾ മൊത്തം 4 എണ്ണം ഓക്കെ ആയി. നമുക്ക് നിഫ്റ്റി കൂടെ നോക്കാം. നിഫ്റ്റിയിലും അത് കറക്റ്റ് തന്നെയാണ്. സി പൊസിഷൻ കയറി ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നു. ഇപ്പുറത്തെ സി പൊസിഷനും ബോൾ ലൈൻ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറാം. അതായത് അടുത്ത 3-ാമത്തെ ക്യാൻഡിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു PE ട്രേഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3-ാമത്തെ ട്രേഡ് നമ്മളൊരു PE ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയാണ് ഇന്നത്തെ എക്സ്പയറി ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ 3-ാമത്തെ ക്യാൻഡിൽ നമ്മളൊരു 20 രൂപയ്ക്ക് എൻ്റർ ചെയ്താൽ തന്നെ അത് 100% റിട്ടേൺ ആ ഒരൊറ്റ ക്യാൻഡിൽ പോയിട്ടുണ്ട്. ഓക്കെ, നല്ല റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, ഒരു കൺസോളിഡേറ്റഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞുതരാം. കൺസോളിഡേഷൻ മനസ്സിലാക്കുന്നതിനുള്ളത് നോക്കിക്കാം. ഈ നമ്മുടെ യെല്ലോ ഷെയ്ഡിലുള്ളതാണ് കൺസോളിഡേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ 7-8 ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ബോൾ ലൈൻ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അതായത് ഇവിടുന്ന് സി മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു സി പൊസിഷനാണത്. അതിൻ്റെ PE നോക്കുമ്പോൾ എന്താണ്, പിയും അതേപോലെ താഴെ തന്നെ 7-ാമത്തെ 8-ാമത്തെ ക്യാൻഡിൽ താഴെ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതായത് പിയും കയറും എന്ന് കാണിക്കുന്നു, പിയും കയറും സിയും കയറും എന്ന് കാണിക്കുന്നു. അതായത് നോക്കിക്കേ, ഇപ്പുറത്തെ PE പൊസിഷനും അങ്ങനെ തന്നെ പോയിട്ട് PE നല്ലൊരു എന്തായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതായത് PE ഇടിയുമെന്ന്. ഒരു PE നോക്കിയപ്പോൾ PE ഇടിയുമെന്ന്, ഇപ്പുറത്തെ PE നോക്കുമ്പോൾ PE കയറുമെന്ന്, ഇപ്പുറത്തെ സിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ സി കയറുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. സപ്പോർട്ടായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്കും സിയിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നു. ഇതാണ് PEയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും കാണിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കാം. ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടുത്തെ PE ആണെങ്കിൽ ഇടിയും എന്നാണ് കാണിക്കുന്നത്. അതായത് നല്ലൊരു ഒരു 7-ാമത്തെ 8-ാമത്തെ ക്യാൻഡിൽ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് PE നോക്കുമ്പോൾ വീണ്ടും ഇതൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ സി കയറും, സിയിലൊരു സപ്പോർട്ടാകുന്നു, ഇവിടെ PEയിലും സപ്പോർട്ടാകുന്നു. അപ്പോൾ ഏകദേശം തുല്യം രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു കൺസോളിഡേഷൻ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ്. കണ്ടോ, അടുത്ത അത്രയും ക്യാൻഡിൽസ് 3, 4, 5 ക്യാൻഡിൽസൊക്കെ എന്തായിട്ടുണ്ട്, അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡൊക്കെ എടുക്കുകയാണെങ്കിൽ വമ്പൻ ലോസ് സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് ഈ ഒരു ഗ്രീൻ കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഗ്രീൻ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായപ്പോഴത്തേക്കും ഇത്രയും നേരം സപ്പോർട്ടായിട്ട് നിന്ന, അതായത് സി പൊസിഷനിൽ സപ്പോർട്ടായിരുന്നു ഈ ബോൾ ലൈൻ. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ അത് സി പൊസിഷനിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി ബോൾ ലൈൻ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കാം. ഇപ്പുറത്തെ സിയിലും അങ്ങനെ തന്നെ ബോൾ ലൈൻ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി ആ ഒരു 11-ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും. ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ PE പൊസിഷനിൽ ഒരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതായത് സിയിൽ രണ്ടും റെസിസ്റ്റൻസ് ആകുകയും PEയിൽ സപ്പോർട്ടാകുകയും ചെയ്തിരിക്കുന്നു. അതായത് തൊട്ടടുത്ത ക്യാൻഡിൽ PE സംഭവിക്കും എന്നുള്ളതാണ്. കണ്ട, നല്ല രീതിയിലൊരു PE പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പുറത്തേക്ക് ക്യാൻഡിൽസ് നോക്കിയിട്ട് നമുക്ക് PEയിൽ തന്നെയാണ് ആക്റ്റീവ് ആകുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ PEയിൽ അതൊരു സപ്പോർട്ടല്ല, റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ ഇവിടെ കൂടെ അല്ല, ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കണ്ട, PEയിൽ
ഈ ഒരു ലൈൻ റെസിസ്റ്റൻ്റ് ആയിരിക്കുന്നത്. 3 വന്നു കഴിഞ്ഞാലാണ് അത് നമ്മൾ പേടിക്കേണ്ടത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നോക്കിക്കേ. പിയിൽ ഇവിടെ സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പുറത്തും പിയിൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, സിയിലൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ഇപ്പുറത്തും പിയിൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണത്തിൽ മാത്രം റെസിസ്റ്റൻ്റ് ആയിട്ട്, ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, 3 വരരുത്. ഇവിടെയൊക്കെ പിയിൽ സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെയും പിയിൽ സപ്പോർട്ടായിട്ടാണ്, ഇവിടെ സിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു പി റെസിസ്റ്റൻ്റ് ആയത്. ബാക്കി എല്ലാ സ്ഥലത്തും ആ ഒരു ഗ്രീൻ ആ പോയിൻ്റുള്ള 11th ക്യാൻഡിൽ എന്ന് പറയുന്നത് പി സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും മൂവ് ചെയ്യും, അതും ഒരു പി പൊസിഷനിലേക്ക് പോകും. കണ്ട നല്ലൊരു പി ക്യാൻഡിൽ. തൊട്ടടുത്ത ക്യാൻഡിൽ നമുക്ക് അങ്ങനെ തന്നെ എല്ലാ ട്രേഡ് കിട്ടും. നമുക്ക് കണ്ട 40 രൂപയിൽ കിടുന്ന ഒരു ഐറ്റം 80 എത്തിയില്ല, വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്തുമായിരുന്നു. അതിന് ശേഷം എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഒറ്റ ക്യാൻഡിൽ നമുക്ക് ഒരു 90% ഒക്കെ റിട്ടേൺ തരുന്ന ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രേഡിനെ കണ്ടെത്താൻ പറ്റും. ഇനി കൺസോൾട്ടേഷൻ ആണോ അല്ലേ എന്നുള്ളത് പ്രത്യേകിച്ച് കണ്ടെത്താൻ പറ്റും. അതിനുശേഷം ആ ഒരു 2 നമുക്ക് പോയിന്റ് മാത്രം, അതായത് റെഡിലും ഗ്രീനിലും കാണിച്ചിരിക്കുന്നത് മാത്രമാണ് നല്ലൊരു ആക്റ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാൻ നോക്കിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പി പൊസിഷനിൽ കണ്ട ഇവിടെ നമ്മൾ സപ്പോർട്ടാണോ റെസിസ്റ്റൻ്റ് ആണോ എന്നറിയില്ല. ഈ ഒരു ബോൾ ലൈനിൽ, ആ ബോൾ ലൈനിൽ നിന്ന് ട്രേഡ് എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ബോൾ ലൈനിൻ്റെ മുകളിൽ, അതായത് ഒരു സപ്പോർട്ടായിട്ടാണ് ബോൾ ലൈൻ നിൽക്കുന്നത്. ഇവിടേക്കാണ് സപ്പോർട്ടാണോ റെസിസ്റ്റൻ്റ് ആണോ എന്ന് പോലും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രേഡ് ഇല്ല. ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ബോൾ ലൈൻ. ഓക്കെ, ഇവിടെയും റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇവിടെയും റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻ്റോ ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് കൺസോളിഡേറ്റ് തന്നെയാണ് ചെയ്യുക. ഓക്കെ, അതായത് 2 എണ്ണത്തിൽ നമുക്ക് ഒരു 3 എണ്ണം ഇവിടെ ഒക്കെയാണ് റെസിസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, ഇവിടെയാണ് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, ഇവിടെയും റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവിടെയാണെങ്കിൽ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഇത് സപ്പോർട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെയാണെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അപ്പം ഇവിടെയാണെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് സപ്പോർട്ട് റെസിസ്റ്റൻ്റ്. അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ അത് കൺസോൾട്ടേഷൻ ആവും. അതാണ് ഈ കൺസോൾട്ടേറ്റ് ചെയ്തത്. ഈ ഒരു സമയത്തൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ട്രേഡ് എടുത്താൽ ലോസിൽ പോകും. ഓക്കെ, അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ലോസിൽ പോകും. അപ്പോൾ അത് എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണം. സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ ഇത് സപ്പോർട്ടിന് ഈക്വലൻ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് കൺസോൾട്ടേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ഈ റെഡ് പോയിന്റിലും അതുപോലെ ഗ്രീൻ പോയിന്റിലും കാണിച്ചിരിക്കുന്നതിൽ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ 100% റിട്ടേൺ, ആ 2 ട്രേഡിൽ 100% റിട്ടേൺ കിട്ടുന്ന ട്രേഡുകളായിരുന്നു. ഒരെണ്ണത്തിൽ 100% പോയി, ഒരെണ്ണത്തിൽ 100% റിട്ടേൺ വെയിറ്റ് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ ഒരു 90% റിട്ടേണിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യാം. സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. ഓക്കെ.